Welcome to Mathsion Quizzat Cat Previous Year Question Paper Solution Series Real Analysis Segment 1. Okay, so നമ്മൾ റിയൽ അനാലിസിസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി then limit n tending to infinity a power n plus 1 plus b power n plus 1 whole divided by a power n plus b power n. Okay, so ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കൂ. 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി. സോ 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ മുഴുവൻ ത്രൂ ഔട്ട് ഞാൻ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 0 ലെസ് ദാൻ എ ബൈ ബി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, സോ 0 ലെസ് ദാൻ എ ബൈ ബി ലെസ് ദാൻ 1 ആണെങ്കിൽ എ ബൈ ബി എന്ന് പറയുന്നത് 0-ന്റെയും 1-നും ഇടയിൽ കിടക്കുന്ന ഒരു റിയൽ നമ്പർ ആയിരിക്കും. സോ എ ബൈ ബി ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നതും 0-ന്റെയും 1-ന്റെയും ഇടയിൽ ഉണ്ടാവും. ഓക്കെ, n നാച്ചുറൽ നമ്പർ ആകുമ്പോൾ. ഓക്കെ, സോ 0 ലെസ് ദാൻ എ ബൈ ബി ഹോൾ റേസ് ടു എൻ ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് എ ബൈ ബി ഹോൾ റേസ് ടു n എങ്ങോട്ടായിരിക്കും പോവുക? 0-ലേക്കായിരിക്കും പോവുക. ബിക്കോസ് എ ബൈ ബിയുടെ വാല്യൂ എന്താണ്? 0-ന്റെയും 1-ന്റെയും ഇടയിലാണ്. സോ ലെറ്റ് ഇറ്റ് ബി 1/2. 1/2 ഹോൾ റേസ് ടു n ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 ഹോൾ റേസ് ടു n എങ്ങോട്ടായിരിക്കും പോവുക? 0-ലേക്കായിരിക്കും പോവുക. സോ 0-ന്റെയും 1-ന്റെയും ഇടയിലുള്ള ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അത് ഹോൾ പവർ n എന്ന് പറയുന്നത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇറ്റ് വിൽ കൺവേർജ് ടു 0. ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഇവിടുന്ന് ഞാൻ ന്യൂമറേറ്ററിൽ നിന്ന് ബി പവർ n പ്ലസ് 1 ഔട്ട്സൈഡ് എടുക്കുന്നു. സോ ആൻഡ് ഡിനോമിനേറ്ററിൽ നിന്ന് ഞാൻ ബി പവർ n ഔട്ട്സൈഡ് എടുക്കുന്നു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എ പവർ n പ്ലസ് 1 നിന്ന് ബി പവർ n പ്ലസ് 1 പോയി കഴിഞ്ഞാൽ ബി പവർ n പ്ലസ് 1 ഡിവൈഡ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി എ ബൈ ബി ഹോൾ പവർ n പ്ലസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ ബൈ ബി ഹോൾ പവർ n പ്ലസ് 1 അല്ലേ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ബി പവർ n പ്ലസ് 1ഉം ബി പവർ n നമുക്ക് കട്ട് ചെയ്യാം. സോ ദിസ് ഷുഡ് ബി ബി ടൈംസ് എ ബൈ ബി ഹോൾ പവർ n പ്ലസ് 1 സോറി ഹോൾ പവർ n പ്ലസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ ബൈ ബി ഹോൾ പവർ n പ്ലസ് 1. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു ബി ടൈംസ് ലിമിറ്റ് n ടു ഇൻഫിനിറ്റി എ ബൈ ബി ഹോൾ പവർ n എന്തായിരിക്കും? 0 ആണ്. സോ എ ബൈ ബി ഹോൾ പവർ n പ്ലസ് 1ഉം 0 ആയിരിക്കും. പ്ലസ് 1 ലിമിറ്റ് n ടു ഇൻഫിനിറ്റി 1 ആണ്. ഡിവൈഡ് ബൈ എ ബൈ ബി ഹോൾ റേസ് ടു n ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 0 ആവും പ്ലസ് 1. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ബി. സോ ആൻസർ ഇവിടെ എന്തായിരിക്കും? ബി ആയിരിക്കും വരും. ഓക്കെ, സോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് 0 അല്ല, എ അല്ല, ബി ആണ് ആൻസർ വരിക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/n ടൈംസ് 1 പ്ലസ് 2 പവർ 1/2 പ്ലസ് 3 പവർ 1/3 പ്ലസ് എക്സെട്ര പ്ലസ് n പവർ 1/n. ഓക്കെ, സോ ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ 0, ബി 2, സി 4 ആൻഡ് ഡി 1. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു തിയറം ആവശ്യമായിട്ടുണ്ട്. തിയറം ഈസ് കോഷീസ് ഫസ്റ്റ് തിയറം ഓൺ ലിമിറ്റ്. ഓക്കെ, കോഷീസ് ഫസ്റ്റ് തിയറം ഓൺ ലിമിറ്റ് ആണ്. കോഷീസ് ഫസ്റ്റ് തിയറം പറയുന്നത് ലിമിറ്റ് ലെറ്റ് എസ് എൻ ബി എ റിയൽ സീക്വൻസ് സച്ച് ദാറ്റ് എസ് എൻ കൺവേർജിംഗ് ടു എൻ വെദർ ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ് ദെൻ S1 plus S2 plus etc plus Sn whole divided by n also will converge to L എന്നാണ്. ഓക്കെ, ലിമിറ്റ് n tending to infinity 1/n times 1 plus 2 power 1/2 plus 3 power 1/3 plus etc plus n power 1/n. ഓക്കെ, സോ ഞാനിവിടെ Sn ആയിട്ട് ചൂസ് ചെയ്യുന്നത് n പവർ 1/n. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ഇത് S1 പ്ലസ് S2 പ്ലസ് എക്സെട്ര പ്ലസ് Sn/n ആ ഒരു ഫോമിലല്ലേ ഇതുള്ളത്. S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1 പവർ 1/1 ദാറ്റ് ഈസ് 1. സെക്കൻഡ് ടേം 2 പവർ 1/2. തേർഡ് ടേം 3 പവർ 1/3 ആൻഡ് nth ടേം n പവർ 1/n ഹോൾ ഡിവൈഡ് ബൈ n. ഓക്കെ, സോ ഇത് ഈ ഒരു ഫോമിലാണുള്ളത്. സോ ഇത് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത്, Sn എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത് അവിടേക്കായിരിക്കും എന്ത് വരിക? S1 പ്ലസ് S2 പ്ലസ് എക്സെട്ര പ്ലസ് Sn/n കൺവേർജ് ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ലിമിറ്റ് കണ്ടാൽ മതി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ്
n tending to infinity n power 1/n. Now നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് n tending to infinity n power 1/n എന്താണെന്നാണ്. ഓക്കെ, സോ അതിന് ഞാൻ L എന്ന് വിളിക്കുകയാണ്. സോ ലിമിറ്റ് n tending to infinity n power 1/n L ആണെങ്കിൽ ലോഗ് L വിൽ ബി ഈക്വൽ ടു എന്തായിട്ട് മാറും? ലിമിറ്റ് n tending to infinity ലോഗ് ഓഫ് n power 1/n. ഓക്കെ, ലോഗ് ഓഫ് a power b നെ നമുക്ക് b log a എന്ന് എഴുതാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1/n log n ആയിട്ട് മാറും. ഓക്കെ, ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോഗ് ആണ് കേട്ടോ. സോ ലോഗ് n. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് n tending to infinity log n by n. സോ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ ലോഗ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. സോ ദിസ് വിൽ ബി ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണ് വരിക. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോപിത്താൽ റൂൾ യൂസ് ചെയ്യാൻ പറ്റും. ലോപിത്താൽ റൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് n tending to infinity log n ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/n. n ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. സോ 1/n by 1 that is equal to 1/n and limit n tending to infinity 1/n will be equal to 0. So നമുക്ക് എന്ത് കിട്ടി? log of L will be equal to 0, which implies L will be equal to e power 0 that is equal to 1. Okay, so L എന്ന് പറയുന്ന ഈ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇവിടെയുള്ള സീക്വൻസ് n പവർ 1/n എന്ന് പറയുന്ന സീക്വൻസ് 1ലേക്ക് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് 1 പ്ലസ് 2 പവർ 1/2 പ്ലസ് എക്സെട്ര പ്ലസ് n പവർ 1/n ഹോൾ ഡിവൈഡ് ബൈ n ഉം 1ലേക്ക് കൺവേർജ് ചെയ്യും. അതായത് ലിമിറ്റ് n tending to infinity 1/n ടൈംസ് 1 പ്ലസ് 2 പവർ 1/2 പ്ലസ് 3 പവർ 1/3 പ്ലസ് എക്സെട്ര പ്ലസ് n പവർ 1/n ഈക്വൽ ടു 1 കിട്ടും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സീക്വൻസ് Sn ഡിഫൈൻഡ് ബൈ Sn plus 1 equal to root of 7 plus Sn where S1 equal to root 7 converges to a positive root of x square minus x minus 7 equal to 0, negative root of x square minus x minus 7 equal to 0, positive root of x square plus x minus 7 equal to 0, and negative root of x square plus x minus 7 equal to 0. Okay, so നമ്മുടെ സീക്വൻസ് Sn എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുകയാണ് ഇത് എക്സിലേക്ക് കൺവേർജ് ചെയ്യാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിലാണല്ലോ ഇത് പോസിറ്റീവോ നെഗറ്റീവോ റൂട്ട് ഓഫ് ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ വരിക. ഓക്കെ, സോ അത് ഞാൻ എക്സ് ആണെന്ന് വിചാരിക്കുകയാണ്. എക്സിലേക്കാണ് ഇത് കൺവേർജ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ Sn കൺവേർജ് ചെയ്യുന്നത് എക്സിലേക്കാണെങ്കിൽ സീക്വൻസ് Sn+1 എങ്ങോട്ടായിരിക്കും കൺവേർജ് ചെയ്യുക? എക്സിലേക്കായിരിക്കും. സോ ഈ സീക്വൻസ് ഇതിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൺവേർജ് ചെയ്ത് പോകുന്നത് എങ്ങോട്ടായിരിക്കും? എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 7 പ്ലസ് എക്സ് എന്നുള്ള ഫോമിലേക്കായിരിക്കും അല്ലേ? സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ ചെയ്യുക രണ്ട് സൈഡിലും. എക്സ് സ്ക്വയർ ഈക്വൽ ടു 7 പ്ലസ് എക്സ് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 7 ഈക്വൽ ടു 0. ഓക്കെ, സോ ഇതിന്റെ സൊല്യൂഷൻ ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 7 ഈക്വൽ ടു 0 ആയിരിക്കും നമ്മൾ വിചാരിക്കുന്ന ഇതിന്റെ ലിമിറ്റ് പോയിന്റ്. അല്ലെങ്കിൽ ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 7 ഈക്വൽ ടു 0ന്റെ റൂട്ടാണ് നമുക്ക് കിട്ടി. പക്ഷെ അതെന്താവാം? പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? S1 ഈക്വൽ ടു റൂട്ട് 7 തന്നിട്ടുണ്ട് അല്ലേ? സോ S1 ഈക്വൽ ടു റൂട്ട് 7 ആണ്. then S2 will be equal to എന്തായിരിക്കും? root of 7 plus S1 that is root 7. okay, so this will be 7 plus root 7 എന്ന് പറയുമ്പോൾ ഒരു റൂട്ട് 7നോട് ഒരു 7 ആഡ് ചെയ്ത് റൂട്ട് എടുക്കുകയാണ് അല്ലേ? അതെന്തായാലും എന്താ വരുന്നത്? പോസിറ്റീവ് നമ്പർ തന്നെയാണ് അല്ലെ? ഇതും പോസിറ്റീവ് ആണ്. ഇനി S3 എന്ന് പറയുന്നത് ഇതിനോട് വീണ്ടും നമുക്കൊരു 7 ആഡ് ചെയ്ത ശേഷം റൂട്ട് എടുക്കുന്നതാണ്. അതും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ Sn will be positive always. okay, so പോസിറ്റീവ് സീക്വൻസിന്റെ പോസിറ്റീവ് സീക്വൻസ് എങ്ങോട്ടേ കൺവേർജ് ചെയ്യുള്ളൂ? സോ സീക്വൻസ് Sn കൺവേർജ് ടു എ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുക എങ്ങോട്ടായിരിക്കും? ഒരു പോസിറ്റീവ് നമ്പറിലേക്കായിരിക്കും. സോ റൂട്ട് എന്തായാലും ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ആവണം. സോ ദ സൊല്യൂഷൻ ഈസ് ദിസ് സീക്വൻസ് ഈസ് കൺവേർജ് ടു എ പോസിറ്റീവ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 7. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ ട്രൂ ആയിട്ട് വരുന്നത്.
ഓക്കെ, സോ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെയുള്ളൊരു റിലേഷൻ ആണ് സീക്വൻസിൽ തന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യാന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഈ ഒരു പ്രൊസീജിയറാണ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ പോസിറ്റീവ് റൂട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ട് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.